ഈ രാത്രിയിലത്തെ ചിന്തയ്ക്കായി ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-17 വാക്യങ്ങൾ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. ഒരിക്കൽ കൂടി വായിക്കുന്നു. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയനായ അഭിവന്യ തിരുമേനി, വന്യ റമ്പാച്ചൻ, വൈദിക ശ്രേഷ്ഠരെ, ദേവാലയത്തിൻ്റെ അകത്തും പുറത്തും വിവിധ ദൃശ്യ മാധ്യമങ്ങളിലൂടെയും ഈ വചന ശുശ്രൂഷ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും അപേക്ഷിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. നമ്മുടെ എല്ലാ സന്ധ്യാ നമസ്കാരങ്ങളിലും നാം 119-ാമത്തെ സങ്കീർത്തനം ഉരുവിടാറുണ്ട്. 119-ാം സങ്കീർത്തനം അതിൻ്റെ 105-ാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ദൈവവചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ, ദൈവവചനത്തിന് അനുസൃതമായി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുമ്പോൾ, അത് നമ്മെ ഇരുളടഞ്ഞ മേഖലയിലേക്കല്ല നയിക്കുന്നത്, മറിച്ച് അത് നമ്മുടെ വഴിത്താരുകളെ കൂടുതൽ പ്രകാശമാനമാക്കും എന്ന് ഈ സങ്കീർത്തനക്കാരൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവവചനം നമുക്ക് വഴികാട്ടിയായി തീരും എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, ദൈവവചനത്തിൻ്റെ ചുരുളുകൾ നാം അഴിക്കുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളെ നാം കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നിന്റെ ചുറ്റും പ്രകാശം പരക്കും എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. സാഹിത്യകാരനായ KP അപ്പൻ, അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം എന്നുള്ളത്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഇപ്രകാരം എഴുതുന്നുണ്ട്: ബൈബിൾ ഞാൻ എത്ര തവണ വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഇതുവരെയുള്ള കാലം മുഴുവനും ഞാൻ ബൈബിളിൻ്റെ സാക്ഷിയും വായനക്കാരനുമാണ്. ആ സത്യകൂടാരത്തിൻ്റെ ശുശ്രൂഷകനാകാൻ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും മനുഷ്യഭാഗതയത്തിൻ്റെയും പ്രശ്നങ്ങളെ ഉപമകളാക്കി പ്രസ്താവിക്കുന്ന വേദപുസ്തകം എൻ്റെ ബുദ്ധിപരമായ ജീവിതത്തെ രൂപപ്പെടുത്തിയ പ്രധാന ശക്തിയാണ്. ഇടയ്ക്കിടെ ബൈബിളിലെ ചില ഭാഗങ്ങൾ ഞാൻ മറിച്ചു നോക്കുന്നു. എൻ്റെ ദൈക്ഷണിക ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഉന്മേഷത്തിൻ്റെ വീണ്ടെടുപ്പാണ്. അദ്ദേഹത്തിന് ഉന്മേഷം കൊടുത്തുകൊണ്ട് വീണ്ടെടുക്കുന്നതാണ് വേദപുസ്തകവും വേദവചനങ്ങളും. ദൈവവചനം നമ്മുടെ പാതയ്ക്ക് പ്രകാശപൂർണമാകുവാനും അത് അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളവർ രേഖപ്പെടുത്തിയത് മനസ്സിലാക്കുവാനും തക്കവണ്ണം ഈ സന്ധ്യ നമുക്ക് മുഖാന്തരമാകട്ടെ. ഓരോ വചന ശുശ്രൂഷകളിലും ഞാനും നിങ്ങളും സംബന്ധിക്കുമ്പോൾ, അത് കേൾക്കുമ്പോൾ
ദൈവവചനത്തിൻ്റെ ചുരുളുകൾ, അതിൻ്റെ അർത്ഥതലങ്ങൾ കൂടുതൽ നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ പ്രകാശപൂരിതമാകുന്നത് മാത്രമല്ല, നമ്മുടെ ചുറ്റും പ്രകാശം പരക്കുന്നതിനോടൊപ്പം അത് മറ്റുള്ളവരെയും പ്രകാശത്തിലേക്ക് നയിക്കും. അങ്ങനെ പ്രകാശത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഇന്നലെ വരെ നടന്ന വചന ശുശ്രൂഷകളും നാളെ നടക്കുന്നതുമൊക്കെ മുഖാന്തരമാകട്ടെ. അതിൻ്റെ മൂർത്തിഭാവം അത് അവസാനിക്കുന്നത് പെരുന്നാളിൻ്റെ വിശുദ്ധ കുർബാനയോടുകൂടിയാണ്. ഈ വചന ശുശ്രൂഷകളിലൂടെ നാം ആർജിച്ചെടുക്കുന്ന അർത്ഥതലങ്ങൾ അതിൻ്റെ ക്ലൈമാക്സ് ആകുന്ന വിശുദ്ധ കുർബാനയിലെ സംബന്ധം വഴി നമ്മുടെ പാതയ്ക്കും നമ്മുടെ ചുറ്റുവട്ടമുള്ളവർക്കും പ്രകാശപൂരിതമായി തീരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിലെ 2 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ഏവർക്കും സുപരിചിതമായ 2 വാക്യങ്ങൾ. എന്തിനാണ് യാക്കോബ് ശ്ലീഹ ഈ ലേഖനം എഴുതിയത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അത് പറഞ്ഞ് സമയം കളയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒറ്റ വാചകത്തിൽ ഓർമ്മിപ്പിച്ചാൽ, ആദിമ ക്രൈസ്തവർ അവരുടെ വിശ്വാസം ഏറ്റുപറയുവാൻ മാത്രമാണ് ഒരു പരിധി വരെ ശ്രമിച്ചിരുന്നത്. അല്ലെങ്കിൽ അത് അവർ വലിയ പാരമ്പര്യമായി അവർ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരുന്നു. എന്നാൽ യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനങ്ങളിലൂടെ അതിൻ്റെ വായനക്കാരെയും ആദിമ ക്രൈസ്തവരെയും നിരന്തരമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, നിനക്ക് കിട്ടിയിട്ടുള്ള ദൈവവചനങ്ങൾ, നിനക്ക് കിട്ടിയിട്ടുള്ള വിശ്വാസം അത് കൈമുതലായി നഷ്ടപ്പെട്ടു പോകാതെ കയ്യിൽ സൂക്ഷിച്ചു വെക്കുവാൻ മാത്രമുള്ളതല്ല, മറിച്ച് നിന്റെ നിത്യജീവിതത്തിൽ നീ അത് പ്രയോഗത്തിൽ വരുത്തണം. നിന്റെ നിത്യജീവിതത്തിൽ നീ അത് പ്രയോഗത്തിൽ വരുത്തണം. അപ്പോഴാണ് അതിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നതെന്ന് യാക്കോബ് ശ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. അതിനുവേണ്ടി അദ്ദേഹം ആദ്യം ചെയ്യുന്നത് അബ്രഹാമിൻ്റെയും രാഹാബിൻ്റെയും കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 2-ാം അധ്യായം 21 മുതൽ 25 വരെ. ഈ വ്യക്തികളുടെ പേര് പരാമർശിച്ചിട്ട് പറയുകയാണ്, അവരുടെ നല്ല പ്രവർത്തനങ്ങൾ നിങ്ങൾ അനുകരിക്കണം എന്ന്. വേദപുസ്തകം എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാകും. തുടർന്ന് അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് 5-ാം അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഇയ്യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കൈമുതലാക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം എന്നും. എന്നിട്ടാണ് യാക്കോബ് ശ്ലീഹ ഓരോ വിശ്വാസിയെയും ഓർമ്മിപ്പിക്കുന്നത്, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാവോ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. അങ്ങനെയെങ്കിൽ നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഫലിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് ഏലിയാവിൻ്റെ ദൃഷ്ടാന്തം നമുക്ക് വരച്ചു കാട്ടുന്നെങ്കിൽ തീർച്ചയായും ഏലിയാവ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ഏലിയാവിൻ്റെ പ്രാർത്ഥന പലപ്പോഴും കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ രാത്രിയിലെ വചന ശുശ്രൂഷയിലൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഏലിയാവിൻ്റെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയായിരുന്നു? നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നീതിമാന്റെ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്ന് പറയുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ഫലിക്കാതിരിക്കുന്നുവെന്ന് നമുക്കുള്ളിൽ തന്നെ ബോധമുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ രാത്രി നമുക്ക് കണ്ടുപിടിക്കുവാൻ ഇടയാകട്ടെ. സാധാരണ ആളുകൾ പറയാറുണ്ട്, മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ പറയാറുണ്ട്, ഒരു മനുഷ്യന്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന 2 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഒന്ന് ഹെറിഡിറ്ററി, 2 എൻവയോൺമെന്റ്. പരിതസ്ഥിതിയും പാരമ്പര്യവുമാണ് ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്ന കാര്യങ്ങൾ.
അങ്ങനെയെങ്കിൽ ഈ ഏലിയാവ് വളർന്നു വന്ന സാഹചര്യം എന്താണ് എന്നുള്ളത് ഞാനും നിങ്ങളും ഒന്ന് പരിശോധിക്കണം. ഏലിയാവിനെ കുറിച്ച് പഴയ നിയമത്തിൽ പ്രതിപാദിച്ചു തുടങ്ങുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിലാണ്. അതിന് തൊട്ടു മുമ്പ് 16-ാം അധ്യായം, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 16-ാം അധ്യായം 30 മുതലുള്ള വാക്യങ്ങളിൽ ആ ദേശത്തിലെ അന്നത്തെ സാഹചര്യങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ശലോമോൻ രാജാവിന്റെ കാലഘട്ടത്തിന് ശേഷം ദേശം 2ആയി ഭാഗിക്കുന്നു. ഇസ്രായേൽ ദേശം വടക്ക് ഭാഗത്ത് വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നു. നാളുകൾക്ക് ശേഷം ഒരു മിലിറ്ററി ഭരണാധികാരിയായ ഒമ്രിയുടെ അധീനതയിൽ അതാവുകയാണ്. ഒമ്രിയെ കുറിച്ച് വേദഭാഗം ഓർമ്മിപ്പിക്കുന്നത് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും വളരെ ദോഷമായി പ്രവർത്തിച്ചു എന്നാണ്. എന്നിട്ട് വേദപുസ്തകം അവിടെ എഴുതുന്നു, തൻ്റെ പിതാക്കന്മാരെ പോലെ അവൻ നിദ്ര പ്രാപിച്ചു. എന്നിട്ട് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 16-ാം അധ്യായം 30-ാം വാക്യത്തിൽ അവിടെ ഓർമ്മിപ്പിക്കുന്നു, ഒമ്രിയുടെ മകനായ ആഹാബ് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടം ചെയ്തു. അപ്പം ദേശത്ത് നിന്ന് പതുക്കെ പതുക്കെ യഹോവയോടുള്ള ആരാധന നഷ്ടമാവുകയാണ്. യഹോവയെ പതുക്കെ പതുക്കെ ഇസ്രായേൽ ദേശത്തിന്റെ പടിക്ക് പുറത്താക്കാൻ ശ്രമിക്കുകയാണ്. 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നെബോത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളിൽ നടക്കുന്നത് പോരാ എന്ന് തോന്നുമാറ് അവൻ സീദോന്യ രാജാവായ ഏത്തുബാലിന്റെ മകളായ ഇസബേലിനെ ഭാര്യയായി പരിഗ്രഹിക്കുകയും ബാലിനെ ചെന്ന് സേവിക്കുകയും ചെയ്തു. ഇതുവരെ നടക്കുന്ന പാപം പോരാ എന്ന് തോന്നിയിട്ട് അവിശുദ്ധമായ ഒരു ബന്ധത്തിൽ ബാലിനെ സേവിച്ച് ആരാധിക്കുന്നവരുടെ വംശത്തിൽ നിന്ന് ഒരുത്തിയെ വിവാഹം കഴിക്കുകയാണ് ആഹാബ് രാജാവ്. വിശദീകരിക്കുവാൻ സമയമില്ല. വേദഭാഗം വായിക്കുമ്പോൾ 4 കാര്യങ്ങളാണ് യഹോവയ്ക്ക് വിരുദ്ധമായി ഈ ആഹാബ് ചെയ്തത്. 1, ഇസബേലിനെ വിവാഹം കഴിച്ചു. 2, ബാലിന് ബലിപീഠം ഉണ്ടാക്കി. 3, ആഹാബ് ഒരു അശേരാ പ്രതിഷ്ഠ ഉണ്ടാക്കി. 4, തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു. 5-മത് സംഭവിച്ചത് എന്താണെന്നറിയാമോ? യെരീഹോ പട്ടണം പിടിച്ചെടുക്കാൻ നേരത്ത് ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് യെരീഹോ പട്ടണം യോശുവയുടെ നേതൃത്വത്തിൽ ജനം പിടിച്ചെടുത്തു. യെരീഹോ പട്ടണവും അതിലുള്ള മുഴുവൻ വസ്തുവകകളും യഹോവയ്ക്ക് ശബ്ദാർപ്പിതമാണ്, അത് ദൈവത്തിന് മാത്രമുള്ളതാണെന്ന് പറഞ്ഞു. ജനമെല്ലാം അതിനനുസരിച്ച് അവിടെ നിന്ന് കിട്ടിയത് മുഴുവൻ ദൈവത്തിന്റെ ആലയത്തിൽ കൊണ്ടുവന്ന് വെക്കുന്നതൊക്കെ ആ ഭാഗത്ത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് യോശുവ പ്രവാചകൻ ജനത്തെ കൊണ്ട് ഒരു ശപഥം ചെയ്യുന്നുണ്ട്. യോശുവ പ്രവചന പുസ്തകം 6-ാം അധ്യായം 26-ാം വാക്യം, ഈ യെരീഹോ പട്ടണം പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുമ്പാകെ ശപിക്കപ്പെട്ടവൻ. അവൻ അതിൻ്റെ അടിസ്ഥാനമിടുമ്പോൾ അവൻ്റെ മൂത്ത മകൻ നഷ്ടമാകും. അതിൻ്റെ കതക് തൊടുക്കുമ്പോൾ ഇളയ മകനും നഷ്ടമാകും. ഇതാണ് യോശുവ പ്രവാചകൻ ചെയ്ത ശപഥം. പിതാക്കന്മാരെ ഓർക്കാത്ത, മുമ്പത്ത് നേരത്തെ ഇരുന്ന ആളുകളെ പുച്ഛിച്ച് തള്ളിയ ആഹാബ് രാജാവ് ഇതൊന്നും ഓർക്കുന്നില്ല.
ഇതൊന്നും തിരക്കാൻ അവന് സമയവുമില്ല. അവൻ തൻ്റെ പട്ടണം, ഈ യെരിഹോ പട്ടണം അവൻ നന്നാക്കാൻ ശ്രമിക്കുന്നു. ബഥേലിയനായ ഹിയേൽ ഈ പട്ടണം പണിയുകയാണ്. അതിൻ്റെ അടിസ്ഥാനമിട്ടപ്പോൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 16-ാം അധ്യായം 34-ാം വാക്യം, അവൻ അബീറാം എന്ന മൂത്ത മകനും അതിൻ്റെ പടിവാതിൽ വെച്ചപ്പോൾ ശേഹബു എന്ന ഇളയ മകനും നഷ്ടം വന്നു. പഴയതിനെ മറന്നുകൊണ്ട്, പിതാക്കന്മാർ വച്ച കാലടികൾ മറന്നുകൊണ്ട് ഇതാ പുതിയ രാജാവ് വന്നപ്പോൾ യെരിഹോ പട്ടണം പണിതവന് മക്കളെ നഷ്ടമാകുന്നു. ഈ 5 കാര്യങ്ങളാണ് ആഹാബ് രാജാവ് ചെയ്തത്. തൽഫലമായി ദേശത്ത് നിന്ന് സത്യാരാധന നഷ്ടപ്പെട്ടു. ദേശത്ത് ബാൽദേവനോടുള്ള ആരാധന ആയി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ജീവിക്കുന്ന ഈ കാലഘട്ടവും ബാൽ ദേവന്റെ ആരാധന നടമാടുന്ന കാലമല്ലേ? ബാൽ ദേവൻ എന്ന് പറഞ്ഞാൽ മഞ്ഞും മഴയും കൊടുക്കുന്ന അഭിവൃദ്ധിയുടെ, സമൃദ്ധിയുടെ ദേവനാണ്. എല്ലാവർക്കും ഇന്ന് സന്തോഷവും സമൃദ്ധിയും മതി. തൽഫലമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ ദൈവത്തെ പിടിച്ചു പുറത്താക്കുന്ന കാലം. 1880 കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയ വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ് ദ ബ്രദേഴ്സ് കാരമസോവ്. അത് എഴുതിയത് ഫോയ്ഡോർ ദോസ്തോവസ്കിയാണ്. അതിൻ്റെ അകത്തൊരു പദ്യമുണ്ട്. ആ പദ്യത്തിൻ്റെ പേര് ദ ഗ്രാൻഡ് ഇൻക്വിസ്റ്റർ. അതിലെ 2 സഹോദരന്മാരാണ് ഐവാൻ കാരമസോവും അലക്സിയും. ഐവാൻ കാരമസോവ് അദ്ദേഹത്തിന്റെ സഹോദരനും സന്യാസിയുമായ അലക്സിയോട് ഒരു തർക്കത്തിൽ ഏർപ്പെടുകയാണ്. തർക്കവിഷയം മറ്റൊന്നുമല്ല, വ്യക്തിപരമായ ആർദ്രവാനായ ദൈവം സാധ്യമാകുമോ എന്നുള്ളതാണ് ഈ ഐവാന്റെ ചോദ്യവിഷയം. അങ്ങനൊരു ദൈവം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? എന്നിട്ട് വളരെ ഭംഗിയായി ഈ പുസ്തകം, ഈ പദ്യം പ്രതിപാദിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, വീണ്ടും ജനിച്ച ക്രിസ്തുവിനെ കളയായി അവതരിപ്പിക്കുകയാണ്. ക്രിസ്തുവിനെ കളയായി അവതരിപ്പിക്കുകയാണ്. പറിച്ചു നീക്കപ്പെടേണ്ട കളയായാണ് ക്രിസ്തുവിനെ ഈ പദ്യത്തിൽ അവതരിപ്പിക്കുന്നത്. തികച്ചും ഇന്നത്തെ കാലത്തിന് അനുയോജ്യം. നീക്കപ്പെടേണ്ട കളയായി ദൈവം മാറുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നാം അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നം. ആളുകൾ ചോദിച്ചു തുടങ്ങി. നമ്മുടെ ബുദ്ധിയൊക്കെ വളരെ തൊടുന്ന രീതിയിൽ ചില ആളുകളൊക്കെ അവിടെയും ഇരുന്നൊക്കെ ചോദിച്ചു, കഴിഞ്ഞ 2 വർഷമായി പള്ളി പോയില്ല, ഇനിയും പോയില്ല, ഏതാണ്ട് പ്രശ്നമുണ്ടോ? കഴിഞ്ഞ 2 വർഷമായി നിങ്ങളാരും ദൈവത്തെ വിളിച്ചില്ല, ഇനിയിപ്പം ദൈവത്തെ വിളിക്കണമെന്ന് വല്ല കാര്യവുമുണ്ടോ? ഈ ദൈവത്തെ വിളിച്ചിട്ട് വല്ല പ്രയോജനവുമുണ്ടോ? എന്തിന് പള്ളി പോണം? എന്തിന് ആരാധന നടത്തണം? ദൈവത്തെ കളയായി അവതരിപ്പിക്കുന്ന കാലം. ഇന്ന് എല്ലാത്തിനും ലൈവുള്ള കാലമാണ്. വളരെ നല്ലത്. ദൂരെ ഇരിക്കുന്ന എല്ലാവർക്കും ഇത് കാണാൻ, ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാൻ, വീണ്ടും വീണ്ടും കേൾക്കുവാൻ ഒക്കെ സാധിക്കും. പക്ഷെ അത് നമ്മുടെ ആരാധനയെ വല്ലാതെ വിഴുങ്ങുന്നുണ്ടോ? ഒരു ചെറിയ സംശയം. ഈ അടുത്ത കാലത്ത് ഒരു വിവാഹ കൂദാശ ഈവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ലൈവ് പരിപാടികളെല്ലാം ഉണ്ട്. അവർ അമേരിക്കയിലും ഗൾഫിലുമുള്ള ആൾക്കാരുണ്ട്. അവർക്കാർക്കും വരാൻ സാധിക്കുന്നില്ല. ഒരു പിതാവിനെയും ക്ഷണിച്ചിട്ടുണ്ട് വിവാഹം ആശീർവദിക്കുവാൻ.
ഇത് ഈ മണവാളൻ പയ്യൻ്റെ അനിയനാണ് ഇതിൻ്റെ എല്ലാം ഇടപാട്. ഒരു ദിവസം ആ പള്ളിയിലെ വികാരിയച്ഛൻ്റെ അടുക്കൽ വന്നിട്ട് ഈ അനിയൻ പയ്യൻ വലിയൊരു ലിസ്റ്റ് കൊടുത്തു. അച്ഛാ, കല്യാണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്, 10:45 പിതാവ് വരുമ്പോൾ അച്ഛൻ പള്ളിയുടെ ഗേറ്റിൻ്റെ അവിടെ വെച്ച് മെഴുകുതിരി കൊടുക്കണം. അവിടെ തൊട്ട് ലൈവ് ഉണ്ട്. വരുമ്പോൾ മറ വലിക്കണം. തിരുമേനി അത് കഴിഞ്ഞ് മദ്ബഹായിൽ നിന്ന് ഇറങ്ങും. എന്ത് കൃത്യമായ പ്ലാനിങ് ആണെന്നറിയാം. അന്നേരം മറ വീണ്ടും തിരിച്ചിടണം. 11 മണിയാകുമ്പോൾ മണവാളനും മണവാട്ടിയും വരും. അപ്പോൾ അച്ഛൻ വീണ്ടും മറ വലിക്കണം. ഇത് മാത്രമല്ല ഡിമാൻഡ്. ഇന്ന അച്ഛന്മാരെ വിളിച്ചിട്ടുണ്ട്, അവരായിരിക്കണം 1-ാം പ്രമ്യൂനും എത്രോയും 2-ാം പ്രമ്യൂനും എത്രോയും വായിക്കേണ്ടത്. ശകലം പ്രായമുള്ള അച്ഛന്മാർ എൻ്റെ അടുത്തൊക്കെ വന്നാൽ ഞങ്ങളൊക്കെ കഷായിച്ചു പോകും. ശകലം പ്രായമുള്ള അച്ഛനായതുകൊണ്ട് പറഞ്ഞു, മോനെ, ഇവിടുത്തെ വികാരി ഞാനാ, നീ ഇപ്പം പൊയ്ക്കൂ. നമ്മുടെ ആരാധനകളെ ഇതുപോലുള്ള മാധ്യമങ്ങൾ വല്ലാതെ സ്വാധീനിക്കുന്നുവോ? നാം ഒന്ന് ചിന്തിക്കണം. ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം ആർക്കാണ്? ആരാധന എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് ആരാണ് തീരുമാനിക്കേണ്ടത്? ചില ബാൽദേവന്മാർ നമ്മുടെ പള്ളികളിലും ആരാധനകളിലുമൊക്കെ പിടിമുറുക്കുന്ന കാലം. തിന്മയുടെ ലോകത്ത് പുരോഹിതർ ഇന്ന് കളയായി മാറുന്നു. നന്മയുടെ മുഖം വികൃതമാണെന്ന് സ്ഥാപിക്കുവാനുള്ള ലോകത്തിന്റെ ഭ്രാന്തമായ ആവേശം ഇന്ന് നിലനിൽക്കുകയാണ്. നല്ല വിളകളെ കളയെന്ന് പരിഹസിച്ച് പറിച്ചു കളയുവാൻ കളകളെ വിളകളായി എണ്ണപ്പെടുന്ന കാലമാണ് ഇത്. ശാന്തമായി ചിന്തിക്കുക. എൻ്റെ ജീവിതത്തിൽ കളകളെ ഞാൻ വിളകളായി കാണുന്നുണ്ടോ എന്നുള്ളത്. നന്മയെ വളരെ മോശമായി അവതരിപ്പിക്കുന്ന കാലം. ഇത് ദുശാസനന്മാരുടെ കാലം. എത്രയോ വാർത്തകളാണ് ഇന്ന് സത്യവിരുദ്ധമായി അവതരിപ്പിക്കുന്നത്. കാരണം എല്ലാവർക്കും വേണ്ടത് അവരവർക്ക് സന്തോഷം കിട്ടുന്ന വാർത്തകൾ. ബാൽദേവൻ സമൃദ്ധിയുടെ ദേവൻ, സന്തോഷത്തിന്റെ ദേവൻ. കുടുംബ ബന്ധങ്ങളിലെ അവിശുദ്ധ കൂട്ടുകെട്ടുകൾക്ക് ഓശാന പാടുന്ന കാലമാണിത്. മാതാപിതാക്കളെ തേജോവധം ചെയ്യുന്ന കാലം, മക്കളെ തേജോവധം ചെയ്യുന്ന കാലം. ഒന്നിനെയും കീറിമുറിക്കാൻ ഞാൻ ഇവിടെ ശ്രമിക്കുന്നില്ല. എല്ലാവർക്കും അവരവരുടെ ഭാഗമാണ് ശരി. എല്ലാവർക്കും അവരവരുടെ സന്തോഷമാണ് വേണ്ടത്. അതിനാണ് വലിപ്പം. ഇന്ന് സെൽഫിയുടെ കാലം. വിശദീകരിക്കുന്നില്ല. സ്വന്തം കണ്ണിലൂടെ മാത്രം എല്ലാം നോക്കിക്കാണുകയും തന്നെ മറ്റുള്ളവർ എങ്ങനെ കാണണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവോ അപ്രകാരം സംലഭ്യമാക്കുകയും ചെയ്യുന്ന നവീന സംസ്കാരമാണ് സെൽഫി. എല്ലാത്തിനെയും അളക്കാൻ ഉപയോഗിക്കുന്ന മാർഗമായി ഇന്ന് സെൽഫി മാറുന്നു. എനിക്ക് മറ്റുള്ളവന്റെ വീക്ഷണം വേണ്ട. തന്നെ കുറിച്ചുള്ള അപരന്റെ വീക്ഷണം അപ്രസക്തമാണ്. നീയും ഞാനുമായി ഒരിടപാടുമില്ല. തന്നെ സകലതിൻ്റെയും അളവുകോലാക്കുന്നതിൻ്റെ സർവ അപകടങ്ങളും ഇന്ന് സെൽഫികളിൽ ഉണ്ടാവും. ഇതൊക്കെ മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ഇതൊക്കെ വല്ലാതെ സന്തോഷങ്ങൾ നമുക്ക് നൽകുമ്പോൾ ബാൽദേവന്റെ പിടി നമ്മുടെ നിത്യജീവിതത്തിൽ വല്ലാതെ പിടിമുറുക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. സഭ പ്രസ്ഥാനമല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ തുടർച്ചയും കൂദാശയുമാണെന്നുള്ള സത്യം വിസ്മരിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകരുത്.
ഈ സന്തോഷങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. ഇവിടെയാണ് ഈ കാലഘട്ടത്തിലും ബാൽദേവൻ വല്ലാതെ പിടിമുറുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത്. ഏലിയാവ് ജീവനിച്ചു വളർന്ന അതേ പരിതസ്ഥിതി ഇന്നും നമ്മുടെ ജീവിതത്തിന് ഉണ്ട്. യാക്കോബ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നു, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാവോ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. ഈ പരിതസ്ഥിതിയിലായിട്ടും നമുക്ക് ഏലിയാവിനെ പോലെയാകാൻ പറ്റുന്നുവോ? യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 5-ാം അധ്യായം 16, 17, 18 വാക്യങ്ങളിൽ അവിടെ കൃത്യമായി ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏലിയാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച്. ഈ പ്രാർത്ഥനയാണ് നാം മാതൃകയാക്കേണ്ടത്. ഇങ്ങനെയുള്ള ആഹാബ് രാജാവിൻ്റെ കാലഘട്ടത്ത് ആഹാബും ഇസബെല്ലും കൂടെ ചേർന്ന് ദേശം മുഴുവൻ സത്യദൈവാരാധനയെ തടുത്തു മാറ്റി ബാലിന്റെ ആരാധന കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇതാ ഒരു മനുഷ്യൻ ആ രാജാവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണ്. രാജാക്കന്മാർ എഴുതിയ 1-ാം പുസ്തകം 17-ാം അധ്യായം മുതൽ ഏലിയാവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. ഏലിയാവിൻ്റെ 4 പ്രാർത്ഥനകളാണ് വേദപുസ്തകത്തിൽ ഉള്ളത്. നമുക്കറിയാവുന്ന 4 പ്രാർത്ഥനകൾ കമ്പിവാചകത്തിൽ പറഞ്ഞു പോകട്ടെ. 1, സരേഫാത്തിലെ വിധവയുടെ മകന് വേണ്ടി. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. 2, കർമ്മേലിലെ യാഗപീഠത്തിൽ 18-ാം അധ്യായം 36-37 വാക്യങ്ങൾ. 3, കർമ്മേലിൽ മഴയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. 18-ാം അധ്യായം 42 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. 4, ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന് മരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. 19-ാം അധ്യായം 4-ാം വാക്യം. ഈ 4 വാക്യങ്ങളിലൂടെ, ഈ 4 പ്രാർത്ഥനയുടെ സന്ദർഭങ്ങളിലൂടെ ഏലിയാവ് ആരായിരുന്നു എന്നുള്ളത് മാത്രം വളരെ രത്നച്ചുരുക്കമായി ഒന്ന് ഓർമ്മിപ്പിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ആഹാബിന്റെ സന്നിധിയിൽ ഗിലെയാദിലെ തിശ്ബയിൽ നിന്ന് ഒരു മനുഷ്യൻ ഓടിച്ചെല്ലുകയാണ്. ഗിലെയാദിലെ തിശ്ബയിൽ നിന്ന് ഏലിയാവ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, വളരെ പെട്ടെന്നാണ് വേദപുസ്തകത്തിൽ ഏലിയാവ് പ്രവേശിക്കുന്നത്. ഏലിയാവ് ചെന്നിട്ട് ഈ ആഹാബിനോട് പറയുകയാണ്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. വളരെ അസന്നിഗ്ധമായി രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഴയും മഞ്ഞും ഉണ്ടാവുകയില്ല. എന്ത് തൻ്റെ ഇടത്തോടു കൂടിയാണ് ഈ ആഹാബിന്റെ സന്നിധിയിലേക്ക് ഈ മനുഷ്യൻ ചെന്നെത്തുന്നത്. കുറച്ചു കഴിയുമ്പം ഈ സംഭവത്തിന് ശേഷം ആഹാബിന്റെ സന്നിധിയിൽ നിന്ന് ഏലിയാവ് ഓടിപ്പോവുകയാണ്. രണ്ടാമത് വന്നിട്ട് ഈ ആഹാബിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, നീയാണ് ദ്രോഹം ചെയ്യുന്നത്. നീ ബാൽ ദേവനെ ആരാധിക്കുന്നതും അത് നടപ്പിലാക്കുന്നതുമാണ് ഈ ദേശത്തിന് കഷ്ടം. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റം. പക്ഷേ ആഹാബിന്റെ സന്നിധിയിൽ ചെന്ന് ദൈവബോധ്യത്തോടുകൂടി, അതുകൊണ്ട് തന്നെയാണല്ലോ നിരന്തരമായി ദൈവബന്ധമുള്ള ഒരു മനുഷ്യൻ, പ്രാർത്ഥനാ മനുഷ്യൻ. അതുകൊണ്ട് തന്നെയാണ് ആഹാബിനെ ആദ്യം കാണുമ്പോൾ തന്നെ ഈ ഏലിയാവ് പറയുന്നത്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഴ പെയ്യുകയില്ല. ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവ. ഏലിയാവ് പ്രാർത്ഥനാ മനുഷ്യൻ.
ആ പ്രാർത്ഥനാ മനുഷ്യൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് അവൻ ധൈര്യശാലിയാണ്. ആഹാബിന്റെ സന്നിധിയിൽ ചെന്നിട്ട്, രാജാവേ, നീയാണ് തെറ്റുകാരൻ, നാഥാൻ പ്രവാചകനെ പോലെ പറയുവാനുള്ള ഒരു ധൈര്യം ഈ ഏലിയാവിന് ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ ജനത്തിന് പോലും അറിയില്ല. കാരണം ബാൽദേവനെ കുറിച്ചുള്ള ആരാധന മാത്രമേ അവർക്ക് പരിചിതമാകുന്നുള്ളൂ. വളരെ കുറച്ച്, വളരെ ന്യൂനപക്ഷത്തിന് മാത്രമേ ജീവനുള്ള ദൈവത്തിന്റെ സത്യാരാധനയെ കുറിച്ചുള്ള ബോധ്യമുള്ളൂ. അപ്പം ദേശം മുഴുവനും ബാൽദേവനെ ആരാധിക്കുമ്പോൾ ഒരുതരം രാജ്യസ്നേഹത്തിന് എതിരായിട്ടാണ് ഇപ്പോൾ ഈ ഏലിയാവ് പ്രവർത്തിക്കുന്നത്. വീണ്ടും ഈ മനുഷ്യൻ ജനത്തോട് പറയുകയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലെ 18-ാം അധ്യായത്തിൽ 21-ാം വാക്യം, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാലുവയ്ക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പിക്കും. നിങ്ങൾ 2 തോണി നിൽക്കരുത്, ഒന്നുകിൽ യഹോവ അല്ലെങ്കിൽ ബാൽ. ഈ രാത്രി നിനക്ക് തീരുമാനിക്കുവാൻ പറ്റുമോ? നീ സത്യദൈവത്തോടു കൂടി നിൽക്കുമോ, അതോ ഈ ലോകം നൽകുന്ന സുഖസൗകര്യങ്ങളുടെ പിന്നാലെ പോകുമോ? എന്നും എവിടെയുമുള്ള ഒരു പരീക്ഷണമാണ്. ദൈവത്തെ സേവിക്കണമോ മാമോനെ സേവിക്കണമോ? വിശദീകരിക്കുന്നില്ല. ഡോക്ടർ സ്റ്റാൻലി ജോൺസ് പ്രകാരം പറയുന്നുണ്ട്, when people are out of touch to reach with God, they turn to half gods, the gods of their convenience. യഥാർത്ഥ ദൈവത്തെ പിടിവിട്ടാൽ കാര്യസാധ്യത്തിന്റെ പകുതി ദൈവങ്ങളെ മനുഷ്യൻ ആശ്രയിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ ഈ കാര്യസാധ്യത്തിൻ്റെ ദൈവത്തിൻ്റെ പിന്നാലെയാണോ പോകുന്നത് എന്ന് ചിന്തിക്കണം. യഥാർത്ഥ ദൈവത്തിലുള്ള പിടി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നുള്ളത് ഓർക്കുക. പ്രാർത്ഥനാ മനുഷ്യൻ, അവൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അവൻ ധൈര്യശാലിയാണ് എന്നുള്ളതാണ്. ഏലിയാവിന് സ്വന്തം ശക്തിയില്ല, പക്ഷേ ഏലിയാവിനറിയാം, എനിക്ക് ശക്തിയില്ലെങ്കിലും എനിക്ക് ശക്തി തരുന്ന ഒരു ദൈവമുണ്ട്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണെന്നുള്ള ഒരു ബോധ്യം പ്രവാചകനായ ഏലിയാവിന് ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ഒരു ബോധ്യം ഈ രാത്രി നമുക്കുണ്ടോ? ബലം നിന്നിനുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട്. നിന്റെ മുമ്പിൽ വിസ്താരത്തിലുള്ള വഴികൾ, വിവിധ വഴികൾ ഉണ്ടാകണമെങ്കിൽ അവനിൽ ബലം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. ആ ഒരു സാധ്യത നമ്മുടെ ജീവിതത്തിലുണ്ടോ പ്രിയമുള്ളവരെ? ഈ രാത്രി എനിക്ക് ബലം നൽകുന്നത്, എൻ്റെ ബലം ദൈവത്തിലാണ്. ബലവാനെ നീ പരിശുദ്ധനെന്ന് പറയുമ്പോൾ അവൻ്റെ ബലത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമോ? ഈ ധൈര്യത്തിൻ്റെ ഉടമകളാണോ ഞാനും നിങ്ങളും? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 24-ാം വാക്യം, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പിൻപറ്റിയ ശിഷ്യന്മാരെല്ലാം കൂടെ പേടിച്ചരണ്ട് ഒരു മുറിക്കകത്തിരിക്കുക. വല്ലാതെ പേടിയുടെ കാരണമെന്ത്? 19-ാമത്തെ വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നു, അവർക്ക് യഹൂദരെ പേടിയാ, അവർ വന്ന് കൊല്ലുമോ ഇല്ലയോ. പക്ഷെ പേടിക്കാത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നത്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ശിഷ്യരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരുടെ കൂട്ടത്തിൽ തോമസ് ഇല്ല. മർത്തോമാ സ്ലീഹ അവരുടെ കൂട്ടത്തിലില്ല.
ബാക്കിയുള്ള എല്ലാ ശിഷ്യന്മാരും പേടിച്ചരണ്ട് യഹൂദന്മാരെ പേടിച്ച് മുറിക്കുള്ളിൽ ഇരിക്കുമ്പോൾ അവനോടുകൂടെ മരിക്കുവാൻ പോകുക എന്ന് പറഞ്ഞ മാർത്തോമ ഇതാ പുറത്തേക്ക് പോയി. അതാണ് മാർത്തോമ ക്രിസ്ത്യാനികളുടെ വലിയ ബലം എന്ന് പറയുന്നത്. ഈ ധൈര്യമാണ് നമുക്കുണ്ടാകേണ്ടത്. ഇതാണ് നമ്മുടെ പാരമ്പര്യം. പരിശുദ്ധനായ പരുമല തിരുമേനി യെരുശലേമിലേക്കുള്ള യാത്ര ചെയ്യുമ്പോൾ, കപ്പലിലാണല്ലോ യാത്ര ചെയ്യുന്നത്, ഇടയ്ക്ക് കടലിൽ വെച്ച് വലിയ കാറും കോളും ഉണ്ടായപ്പോൾ മാർ ഏലിയായുടെ മധ്യസ്ഥതയിൽ പരുമല തിരുമേനി പ്രാർത്ഥിക്കുന്നു. വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെ ആ യാത്രയിൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ സ്മരണാർത്ഥം അദ്ദേഹം ഈ മലങ്കരയിൽ കേരളത്തിൽ തിരിച്ചു വന്നിട്ട് കോട്ടയത്ത് മാർ ഏലിയ എന്നുള്ളൊരു ചാപ്പൽ ആരംഭിക്കുന്നു. അതാണ് ഇന്നത്തെ മാർ ഏലിയ കത്തീഡ്രൽ. അത് ഇന്ന് കാതോലിക്ക ബാവ തിരുമേനിയുടെ ആസ്ഥാന കത്തീഡ്രൽ ദേവാലയം. മാർത്തോമായുടെ പിൻഗാമി, അവൻ ധൈര്യശാലിയാണ്. അവൻ മാർ ഏലിയ കത്തീഡ്രലാണ് അവന്റെ കത്തീഡ്രൽ. ഈ ഒരു ധൈര്യം നമുക്കുണ്ടാകണം. പരുമല തിരുമേനിക്ക് ആ ധൈര്യങ്ങൾ ഉണ്ടായിരുന്നു. ഏലിയാവ് ആ ധൈര്യം കാണിച്ചു. പ്രാർത്ഥനാ മനുഷ്യർക്ക് ഈ ധൈര്യം ഉണ്ടാകണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് ആ ധൈര്യത്തിൻ്റെ ഉടമകളായി തീരുവാൻ ഈ വചന ശുശ്രൂഷ, പെരുന്നാളിൻ്റെ കുർബാനകളൊക്കെ മുഖാന്തരമാകണം. ആഹാബിൻ്റെ സന്നിധിയിൽ യഹോവയാണ് ഈ ദേശത്തിന് ഈ മഴയും മഞ്ഞും ഉണ്ടാവുകയില്ലെന്ന് പറഞ്ഞ ഏലിയാവ്, അവൻ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായിട്ട് പറഞ്ഞു, നീ കെരീത്ത് തോടിൻ്റെ അടുക്കൽ പോയി ഇരുന്നോണം. ശരി, കെരീത്ത് തോടിൻ്റെ അടുക്കൽ പോയി. ദേശത്ത് മഴയും മഞ്ഞുമില്ല, വെയിൽ മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പം കെരീത്ത് തോട് വറ്റിപ്പോയി. ദൈവമാണ് പറഞ്ഞു വിട്ടത് കെരീത്ത് തോട്ടിലേക്ക്. ഇതാ കെരീത്ത് തോട് വറ്റിപ്പോയി. ഉടനെ ദൈവം അരുളി ചെയ്തു, ഒരു കാര്യം ചെയ്, നീ സറേഫാത്തിലെ വിധവയുടെ ഭവനത്തിലേക്ക് പോകാം. സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് ദേശത്ത് മഴയും മഞ്ഞും ഉണ്ടാവുകയില്ലെന്ന് പറഞ്ഞിട്ട് നീ പോയി കെരീത്ത് തോടിൻ്റെ അടുക്കൽ ഇരിക്കെന്ന് പറയുമ്പം സാധാരണ മനുഷ്യൻ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കും, എടാ ഇനിയും വെയിലിൻ്റെ കാലമാ, വെള്ളം വറ്റിപ്പോകും, ഈ ദൈവത്തിന് എന്താത്തിൻ്റെ കുഴപ്പമാ, വറ്റിപ്പോകുന്ന തോടിൻ്റെ അടുക്കലേക്ക് ഞാൻ പോകുന്നില്ല, സ്വാഭാവികമായും ചിന്തിക്കും. ഇനി അഥവാ പോയെന്നിരിക്കട്ടെ, പോയി നമ്മളുടെ ചിന്ത അനുസരിച്ച് തന്നെ കെരീത്ത് തോട് വറ്റിക്കഴിഞ്ഞപ്പം താണ്ട് പറയുന്നു വിധവയുടെ അടുക്കലേക്ക് പോകാൻ. വിധവയുടെ അടുക്കലേക്ക് ചെല്ലാൻ പറഞ്ഞപ്പം അവൻ ചിന്തിച്ചില്ല, ദൈവമേ ഇത് വീണ്ടും പ്രശ്നങ്ങളിലേക്കാണല്ലോ പോകുന്നത്, വിധവയുടെ അടുക്കലാണല്ലോ ചെല്ലേണ്ടത്. അവൻ ഒരു കാര്യം പോലും മറുത്ത് ദൈവത്തോട് ചോദിക്കുന്നില്ല. ദൈവം പറയുന്നതനുസരിച്ച് കെരീത്ത് തോട്ടിലേക്കും കെരീത്ത് തോട്ടിൽ നിന്ന് സറേഫാത്തിലേക്കും അവൻ യാത്രയാകുന്നു. പ്രാർത്ഥനാ മനുഷ്യന്റെ രണ്ടാമത്തെ പ്രത്യേകത, എ കംപ്ലീറ്റ് ഒബീഡിയൻസ്. പരിപൂർണമായ അനുസരണമാണ് പ്രാർത്ഥനാ മനുഷ്യന്റെ രണ്ടാമത്തെ പ്രത്യേകത. അനുസരണം എപ്പോഴും വിധേയത്വത്തിന്റെ ലക്ഷണമാണ്. അഭിവന്യ ക്രിസ്തോസ്റ്റമോസ് തിരുമേനിയുടെ സാന്നിധ്യം അവിടെയുണ്ട്.
തിരുമേനി പറയുക, ഈ പ്രസംഗം ഇപ്പം നിർത്തുന്നു പറഞ്ഞാൽ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് ഞാൻ. അതാണ് ഒരു കെട്ടുറപ്പിന് ഭംഗി. അതല്ല തിരുമേനി അവിടെ ഇരുന്നാൽ മതി, ഞാൻ പ്രസംഗിക്കുമെന്ന് പറഞ്ഞാൽ അത് എല്ലാത്തിനെയും ബാധിക്കും. പക്ഷെ ഇന്ന് ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിധേയപ്പെടൽ ഇല്ല. അപ്പൻ മക്കൾക്കും മക്കൾ മാതാപിതാക്കൾക്കും വിധേയപ്പെടുന്ന കാലമല്ലത്. തന്നിഷ്ടത്തിന്റെ കാലം. തന്നിഷ്ടങ്ങളാണ് പരിശുദ്ധമെന്ന് ഘോഷിക്കുന്ന കാലം. അവിശുദ്ധങ്ങളെല്ലാം ശുദ്ധമായി എണ്ണുന്ന കാലം. പ്രിയപ്പെട്ടവരെ, ദൈവമാണ് നിന്നെ അയക്കുന്നതെങ്കിൽ അവന് വിധേയപ്പെട്ടുകൊണ്ട് പരിപൂർണ അനുസരണത്തോടുകൂടി നീ അവന് വിധേയപ്പെട്ട് നടന്നാൽ ക്ഷാമകാലത്തും അവൻ നിന്നെ ക്ഷേമമായി പോറ്റും. നിന്റെ ജീവിതത്തിന്റെ ക്ഷാമകാലത്തും നീ വിചാരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടാകാം. പക്ഷേ കെരീത്തതോട് വറ്റിപ്പോകുന്ന സന്ദർഭങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടാകാം. നീ ശ്രേഷ്ഠമെന്ന് കരുതുന്ന മക്കൾ, നീ ശ്രേഷ്ഠമെന്ന് കരുതുന്ന നിന്റെ ജീവിത പങ്കാളി, നീ ശ്രേഷ്ഠമെന്ന് കരുതുന്ന നിന്റെ ജോലി, നീ ശ്രേഷ്ഠമെന്ന് കരുതുന്ന വീടുകൾ, നീ ശ്രേഷ്ഠമെന്ന് കരുതുന്ന സമ്പാദ്യങ്ങൾ, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകാവുന്ന, വറ്റിപ്പോകാവുന്ന ഒരു കാലമുണ്ട്. പക്ഷെ ദൈവത്തിന് വിധേയപ്പെട്ടുകൊണ്ട്, ദൈവത്തിന് പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് നീ ജീവിക്കുമെങ്കിൽ, അവന് വിധേയപ്പെടുന്നുവെങ്കിൽ ക്ഷാമകാലത്തും നിന്നെ ദൈവം ക്ഷേമമായി പോറ്റും. എ ഗുഡ് സർവന്റ് മൂവ്സ് ദ മൊമെന്റ് ദ ബെൽ റിങ്സ്. മണിയടിക്കുമ്പോൾ യഥാർത്ഥ സേവകൻ അവൻ യാത്ര തുടരും. ഇതാണ് പ്രിയമുള്ളവരെ ഒരു പ്രാർത്ഥനാ മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് അങ്ങനെ ചെയ്താൽ ശരിയാകുമോ, ഇങ്ങനെ ചെയ്താൽ ശരിയാകുമോ, ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ഇവൻ ഇതുവഴി കയറി വരുമോ, നമ്മുടെ കൂടപ്പിറപ്പുകൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമോ, എൻ്റെ വസ്തു തട്ടിയെടുക്കില്ലേ, എൻ്റെ വീട് കയ്യേറില്ലേ, ഇതൊക്കെ ചിന്തിക്കുന്നവരാണ് നമ്മൾ. But a good servant moves at the moment when the bell rings. അബ്രഹാമിനെ വിഗ്രഹങ്ങളുടെ നാട്ടിൽ നിന്ന് വിളിച്ചു വേർതിരിക്കുമ്പോൾ, കാണിക്കാനിരിക്കുന്ന ദേശത്തിലേക്ക് പോകാൻ വിളിച്ചപ്പോൾ അബ്രഹാം ഉടനെ പോയി. യോന ദൈവശബ്ദത്തെ അവഗണിച്ചതായി നാം വായിക്കുന്നുണ്ട്. എന്താ സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾക്കറിയാം. ശൗൽ അധികാരപത്രവുമായി ദൈവജനത്തെ ഉപദ്രവിക്കാൻ പോകുന്നു. അവൻ അടിയേൽക്കുന്നത് നമുക്കറിയാം. ഏലിയാവിനെ ദൈവം കെരീത്ത് തോട്ടിൽ നിന്ന് സാറെഫാത്തിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മളുടെ ചിന്തയിൽ എ കാം അൺഡിസ്റ്റർബ്ഡ് ലൈഫ് ഈസ് നോട്ട് നെസസറിലി ഫോർ ദ ബെസ്റ്റ് ലൈഫ്. അവൻ വിധവയായ സ്ത്രീയെ കാണുന്നു. വിശന്ന് വലഞ്ഞ് ദാഹിച്ച വരുന്നത്. വിധവയായ സ്ത്രീയെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങോട്ട് എടുത്തോണേ. അവള് വെള്ളം എടുക്കാൻ പോയപ്പം, നല്ല പ്രാർത്ഥനാ മനുഷ്യനല്ലേ, പോരുമ്പം നീ ഒരടയും കൂടി ഇങ്ങോട്ട് കൊണ്ടുപോന്നേ. അപ്പോഴാണ് വിധവയായ സ്ത്രീ അവളുടെ വിഷമത്തിന്റെ ഭാണ്ഡക്കെട്ട് ഈ ഏലിയാവിന്റെ മുമ്പിലിട്ടത്. അവൾ പറഞ്ഞു, ഞാൻ വിറക് പറക്കിക്കൊണ്ടിരിക്കുമായിരുന്നു, ആകെയും പോകുകയും ഇച്ചിരിയും ഒരു മാവും ശകലം എണ്ണയുമുണ്ട്. ഈ മാവ് കൊണ്ട് 2 അപ്പമുണ്ടാക്കി ഞാനും എൻ്റെ മകനും കഴിച്ചിട്ട് മരിക്കാനിരിക്കുക. അതിൻ്റെ ഇടയ്ക്കാ നിനക്കൊരപ്പം. ഇത് നടക്കത്തില്ല. ഏലിയാവ് പറഞ്ഞു, അല്ല, നീ എനിക്ക് ഒരപ്പം കൊണ്ടുവരണം, അത് കഴിഞ്ഞിട്ട് നീ അപ്പം ചുടണം. സറഫാത്തിലെ വിധവ അങ്ങനെ ചെയ്തു. അവളുടെ കലത്തിലെ മാവ് കുറഞ്ഞില്ല, അവളുടെ ഭരണിയിലെ എണ്ണ വറ്റിയുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
പ്രാർത്ഥനാ മനുഷ്യർ, അവർ വല്ലാത്ത മനുഷ്യരാ. ചില മനുഷ്യർക്ക് ജീവനും ജീവിതവും ഒക്കെ കൊടുക്കുന്നവരവർ. സറേഫാത്തിലെ വിധവ അവൾ ജീവിതം അവസാനിപ്പിക്കുവാൻ നിന്നപ്പോൾ ഇതാ ഏലിയാവ് അവരുടെ അടുക്കലേക്ക് ചെല്ലുന്നത് മാത്രം പോരാ, ദൈവകൃപ മുഖാന്തരം അവരുടെ ജീവിതത്തിന് ഒരു പുതിയ ഉണർവ്, ഒരു ഉന്മേഷം കൊടുക്കുന്നു. We need special grace from God to radiate love and joy in the midst of irritation. പ്രതിസന്ധികളുടെ നടുവിൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപ നമുക്ക് ആവശ്യമുണ്ട്. പരിമല തിരുമേനിക്ക് ഈ ദൈവകൃപ കൊണ്ട് നിറഞ്ഞതായിരുന്നു. ഏലിയാവ് ഈ ദൈവകൃപയാൽ നിറയ്ക്കപ്പെട്ടതാണ്. നമ്മൾ ഏലിയാവിനെ പോലെ സമസ്വഭാവമുള്ളവരായതുകൊണ്ട് ഈ ദൈവകൃപയാൽ നിറയപ്പെട്ടവരാണോ എന്നുള്ളത് ഒരു നിമിഷമൊന്ന് ചിന്തിക്കുക. അപ്പോഴാണ് ഈ മനുഷ്യൻ്റെ മറ്റൊരു പ്രശ്നം. ഈ വിധവയുടെ മകൻ മരിച്ചു പോകുന്നു. ഉടനെ ഈ സ്ത്രീ പറയുകയാണ്, നീ എൻ്റെ പാപം ഓർമ്മിപ്പിക്കുവാനും എൻ്റെ കുട്ടി മരിക്കുവാനുമാണോ ഇവിടെ വന്നത്? ഏലിയാവ് പറഞ്ഞു, പേടിക്കണ്ട, നീ ആ കുട്ടിയെ ഇഞ്ഞതാ. അവൻ ജീവനറ്റ ആ കുട്ടിയും എടുത്തുകൊണ്ട് മാളിക മുറിയിൽ പോയി പ്രാർത്ഥിച്ചു. കുട്ടിക്ക് തിരികെ ജീവൻ വരുന്നു. Saints not only convince men of their sins but also bring life and light to them. ഇതാണ് പ്രിയമുള്ളവരെ വിശുദ്ധന്മാർ പാപബോധം മാത്രം വരുത്തുന്നവരല്ല, മറിച്ച് അവർ പാപബോധം വരുത്തുന്നതിനോടൊപ്പം ജീവിതവും ആ ജീവിതത്തിനൊരു പ്രകാശവും നൽകുന്നവരാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. പ്രാർത്ഥനാ മനുഷ്യനായ ഏലിയാവ്, അവൻ പ്രാർത്ഥിക്കുന്നു. ആ മനുഷ്യൻ്റെ പ്രത്യേകത അതാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അവൻ എല്ലാ തരത്തിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കൃപകളെ ആവാഹിച്ച് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന മനുഷ്യൻ. ആഹാബ് കർമ്മേൽ മലയിലേക്ക് വരുത്തുകയാണ്. ആഹാബിൻ്റെ അടുക്കൽ ഏലിയാവ് രണ്ടാമതും വരുന്നു. ഏലിയാവ് പറഞ്ഞതനുസരിച്ച് എല്ലാ ആളുകളും കൂടി കർമ്മേൽ മലമുകളിലെത്തി. ഏലിയാവ് രണ്ടാമത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന അനുഭവം, ആ കർമ്മേൽ മലമുകളിലെത്തിയപ്പോൾ ഏലിയാവ് പറഞ്ഞു, നിങ്ങൾ ഒത്തിരി പേരുണ്ട്, കൊള്ളാം, നല്ലത്, 2 കാളയെ കൊണ്ടുപോവാ. 2 കാളയെ വെട്ടി തുണ്ടമായി വെക്കുക. ആ തുണ്ടമായി വെക്കുക. നിങ്ങൾ ഇഷ്ടം പോലെ നേരം പ്രാർത്ഥിച്ചു, ഒരു കുഴപ്പവുമില്ല. പക്ഷേ സ്വർഗത്തിൽ നിന്ന്, ഉയരത്തിൽ നിന്ന് അഗ്നി ഇറക്കി അതിനെ ദഹിപ്പിക്കണം. അവരേറ്റവും സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കുവാൻ തക്കവണ്ണം ബാലിൻ്റെ ആളുകൾ ഒത്തിരി ശ്രമിച്ചു, ഉച്ച കഴിഞ്ഞ് ശ്രമിച്ചു, ഒന്നും നടന്നില്ല. എന്നാൽ ഏലിയാവ് അതിനു വേണ്ട ചില ക്രമീകരണങ്ങൾ ചെയ്തു, വിശദീകരിക്കുന്നില്ല. എന്നിട്ട് ഏലിയാവ് പ്രാർത്ഥിക്കുകയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 36-ാം വാക്യം. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ. നീ ദൈവം തന്നെ യഹോവേ, നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചുവെന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏലിയാവ്, ബാലിൻ്റെ ആൾക്കാർ 5-6 മണിക്കൂർ നിന്ന് തുള്ളിയും ചാടിയും ദേഹത്ത് മുറിവേൽപ്പിച്ചും പ്രാർത്ഥിച്ചു, ഒരു പ്രയോജനവുമില്ല. ദാ ഏലിയാവ് 1 മിനിറ്റ്, യഹോവേ നീ ഉത്തരമരുളണമേ. ആകാശത്ത് നിന്ന് തീയിറങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ബാലിൻ്റെ 400 പ്രവാചകന്മാരും ആശേരിൻ്റെ
ബാലിന്റെ 450 പ്രവാചകന്മാരും ആശേരിന്റെ 400 പ്രവാചകന്മാരും ചേർന്ന് 880 പ്രവാചകന്മാർ ഒരു വശത്ത് നിൽക്കുമ്പോൾ ദാ ഏലിയാവ് ഒറ്റയ്ക്ക്. Truth does not always rest with majorities, but the real majority is where God is. എവിടെയാണോ ദൈവമുള്ളത് അതാണ് പ്രിയമുള്ളവരെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. സത്യം ഭൂരിപക്ഷത്തിന്റെ ഭാഗത്തായിരിക്കണമെന്ന് നിർബന്ധമില്ല. ദൈവം എവിടെയാണോ അവിടെയാണ് സത്യം. ക്രിസ്തു പഠിപ്പിക്കുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആക്കുന്നു. ദാ ഏലിയാവ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നീ തീയിറക്കണമേ എന്ന്. അവൻ ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിക്കുന്നു, പൂർണ്ണമായി അവൻ വിശ്വസിക്കുന്നു. മറ്റൊന്നിനും അവന്റെ മനസ്സിനെ ചഞ്ചലപ്പെടുത്താനാവുന്നില്ല. അവൻ പരിപൂർണമായി ദൈവത്തിൽ വിശ്വസിക്കുന്നു. പട്ടിണിയോ രോഗമോ ഒന്നും അവനെ മാറ്റുന്നില്ല. ഇതാ പരിശുദ്ധ പരുമല തിരുമേനിയും അങ്ങനെ തന്നെയാണ്. ഒരു രോഗത്തെയും അദ്ദേഹം വകവച്ചില്ല, സകലതിനെയും അതിന് പിന്തള്ളി ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. വിശ്വാസ പ്രമാണത്തെ ജീവിത പ്രമാണമാക്കിയവനാണ് ഏലിയാവ്. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, അവൻ ഇസ്രായേലിന്റെ ദൈവമാണ്, അവൻ സർവശക്തനാണ്, അവൻ ബലവാനാണ്, അവൻ എനിക്ക് തക്ക സമയത്ത് ഉത്തരമരുളുന്നവനാണെന്നുള്ളൊരു ബോധ്യം, ആ വിശ്വാസം അത് ഏലിയാവിന് ഉണ്ടായിരുന്നു. വിശ്വാസ പ്രമാണം അത് ജീവിത പ്രമാണമാക്കിയവനാണ് ഏലിയാവ്. നമ്മൾ ദൈവത്തെ പരിപൂർണമായി വിശ്വസിക്കുന്നുണ്ട്. ചില അവസരങ്ങൾ വരുമ്പോൾ, ചില നിമിഷങ്ങൾ വരുമ്പോൾ, ചില പ്രതിസന്ധികൾ വരുമ്പോൾ ആ വിശ്വാസങ്ങൾക്ക് കോട്ടം സംഭവിക്കാറില്ലേ എന്നുള്ളത് ഒന്നോർക്കുക. ദാ ഏലിയാവ് വളരെ ശക്തമായി ആഞ്ഞടിക്കുകയാണ്. അവൻ ബാൽദേവന്റെ ആളുകളെ നാണം കെടുത്തി വിടുന്നു. പക്ഷേ ഒരപകടം ഇവിടെ സംഭവിക്കുന്നു. കർമ്മേൽ മലയിൽ ബാലിന്റെ ആളുകളെ വെല്ലുവിളിച്ച ഏലിയാവ് ആഹാബ് രാജാവിനോട് പറഞ്ഞു, നീ പോയി ഭക്ഷണം കഴിച്ചോ, ദാ ഇടിമുഴക്കം കേൾക്കുന്നുണ്ട് എന്ന്. പക്ഷെ മഴ പെയ്തില്ല. കർമ്മേലിൽ ബാലിനെ വെല്ലുവിളിച്ച് യഹോവയുടെ അഗ്നി ഇറക്കിയവൻ ഇപ്പോൾ തൻ്റെ മുഖം മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചുകൊണ്ട് തേങ്ങി തേങ്ങി കരയുന്നു. എന്തു പറ്റി? അവൻ ബാല്യക്കാരനെ വിട്ടു മഴ പെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ. ബാല്യക്കാരൻ 7 പ്രാവശ്യം പോയപ്പോഴാണ് 7ാമത്തെ പ്രാവശ്യം പറഞ്ഞത്, ദാ കൈ, ഒരു മനുഷ്യന്റെ കൈ പോലെ മേഘം പൊങ്ങി വരുന്നു എന്ന്. തുടർന്ന് മഴ പെയ്യുന്നു. എന്താ പ്രിയമുള്ളവർ ഇവിടെ സംഭവിച്ചത്? നമുക്കൊക്കെ സംഭവിക്കുന്ന ഒരു ചെറിയ വീഴ്ച ഏലിയാവിനും സംഭവിച്ചു. എല്ലാ പ്രാർത്ഥനാ മനുഷ്യർക്കും സംഭവിക്കുന്ന ഒരു ചെറിയ വീഴ്ച. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 22-ാം വാക്യം. പിന്നെ ഏലിയാവ് ജനത്തോട്, യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എടാ കുഞ്ഞുങ്ങളെ, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ നല്ലത്, ഞാൻ മാത്രമേ ഉള്ളൂ ശ്രേഷ്ഠൻ. ഇതൊരു വല്ലാത്ത അവകാശവാദമായി പോയി. ഇപ്രകാരം ഒരു ബലപരീക്ഷണം ദൈവത്തെ തെളിയിക്കാൻ തെരഞ്ഞെടുത്തത് ശരിയാണോ എന്ന് നാം ഒന്ന് ചിന്തിക്കുക. പലപ്പോഴും നമ്മളും ഇങ്ങനെയൊക്കെയല്ലേ? ദൈവത്തിനെ ഉപയോഗിക്കുവാനുള്ള ഒരു തന്ത്രമായി വേണം നാം ഇതിനെ കാണുവാൻ. ദൈവത്തെ നമ്മുടെ പക്ഷത്താക്കുകയാണോ അതോ ദൈവ
ദൈവത്തിൻ്റെ പക്ഷത്ത് നാം ആകുകയാണോ വേണ്ടത്? ഈ രാത്രി ചിന്തിക്കണം. പലപ്പോഴും നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും ആട്രിബ്യൂഷൻ ദൈവത്തിന് കൊടുക്കും. ദൈവത്തെ നമ്മൾ ഉപയോഗിക്കുകയാണ്. പക്ഷെ ദൈവം നമ്മുടെ പക്ഷത്തുണ്ടോ എന്നുള്ളത് ചിന്തിക്കുക. ആഹാബിനോട് ചെന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടും ഇത് മഴ പെയ്യുന്നില്ല, കാരണം ഇങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ടായി. അതുകൊണ്ട് 7 പ്രാവശ്യം ബാല്യക്കാരൻ ചെന്ന് നോക്കിയപ്പോഴാണ് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, ഡിലേസ് ആർ നോട്ട് ഡിനൈൽസ്, they are only for the discipline of our faith. നമ്മുടെ വിശ്വാസ ജീവിതത്തെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ പാകപ്പെടുത്തുവാനാണ് ഈ കാലതാമസം നേരിടുന്നതെന്ന് ഓർക്കുക. കാലതാമസം അതൊരു നിഷേധിക്കലല്ല എന്നുള്ളൊരു ബോധ്യം ഈ രാത്രി നമുക്കുണ്ടാകട്ടെ. ഏത് ആൾക്കും സംഭവിക്കാവുന്നതാണ് ഈ വീഴ്ച. ദാവീദിന് ഊരിയാവിൻ്റെ ഭാര്യയിൽ ഒരു വീഴ്ച സംഭവിക്കുന്നു. പത്രോസ് യേശുവിനെ അമിത ആവേശത്താൽ തള്ളിപ്പറയുന്നു. നമ്മുടെ ജീവിതത്തിലും ഈ വീഴ്ചകൾ സംഭവിച്ചേക്കാം. ജാഗ്രത. ഏലിയാവിൻ്റെ 4ാമത്തെ പ്രാർത്ഥനയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 4-ാം വാക്യം. വീരശൂര പരാക്രമിയായി നടന്ന ഏലിയാവ് ഇപ്പോൾ ഇസബെല്ലയുടെ വാക്ക് കേട്ടപ്പോൾ തൻ്റെ ജീവന് ഹാനി വരും, തന്നെ കൊല്ലും എന്ന് വിചാരിച്ച് ഓടിപ്പോയി ചൂരച്ചെടിയുടെ തണലിൽ കിടന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ മതി, യഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. വല്ലാത്ത ഒരു നിരാശ. ചില ജാഗ്രതാ പിശകുകൾ. ഏലിയാവിൻ്റെ ജീവിതത്തിൽ ഭയം വല്ലാതെ നിഴലിക്കുന്നു. മരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, the road from heaven to hell is the easiest one. സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്കുള്ള യാത്ര വളരെ എളുപ്പമാണ്. സമർപ്പിതരായ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഇത്തരം ചില പരാജയങ്ങൾ ഭവിക്കുവാൻ സാധ്യതയുണ്ട്. തികച്ചും ജാഗ്രത. പ്രാർത്ഥനാ മനുഷ്യനായ ഏലിയാവിൻ്റെ ജീവിതത്തിൽ ചില ജാഗ്രതാക്കുറവുകൾ ഉണ്ടായപ്പോൾ അവൻ അനുതാപത്തോടെ മുഴങ്കാലിൻ്റെ ഇടയിൽ അവൻ്റെ തലയിട്ടിരിക്കുന്നു. ദൈവമേ, ഞാൻ ചെയ്തത് തെറ്റിപ്പോയോ? ഞാൻ നിന്നെ ഉപയോഗിക്കുകയായിരുന്നുവോ? നീ എന്നെ ഉപയോഗിക്കണമേ. നാം ദൈവത്തെ ഉപയോഗിക്കുന്നവരാകാതെ ദൈവം നമ്മെ ഉപയോഗിക്കുന്നവരാകുവാൻ തക്കവണ്ണം ഇടയാകണം. ദൈവം മുമ്പാകെ നാം ഒന്നുമല്ലെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം. നമുക്ക് ലഭിക്കുന്നത് സകലതും അവൻ്റെ ദാനമാണെന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാരണം വേദപുസ്തകം വീണ്ടും ഈ ചിന്ത ഈ ഏലിയാവിന് വന്ന പരാജയത്തിൻ്റെ കാരണത്തെക്കുറിച്ച് പറയുന്നത് അവൻ ആദ്യം വിളക്കിയത് അവൻ ഒരാൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്നാണ്. പക്ഷെ വേദപുസ്തകത്തിൽ തുടർന്ന് വായിക്കുന്നുണ്ട്, ഏലിയാവ് തന്നെ യഹോവയിൽ നിന്ന് അരുളപ്പാട് ലഭിക്കുമ്പോൾ യഹോവയായ ദൈവം പറയുകയാണ്, ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന്. ജീവിതത്തിൽ ചില ജാഗ്രതാ പിശകുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം തകർന്നു പോകാനുള്ള സാധ്യതകളുണ്ട്. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. ഏലിയാവ് ജനിച്ചു വളർന്ന അതേ പരിതസ്ഥിതി ഇന്നും നിലവിൽ നിൽക്കുന്നു. ബാലിൻ്റെ ദേവന്മാർ, സമൃദ്ധിയുടെ ദേവന്മാർ, സന്തോഷത്തിൻ്റെ ദേവന്മാർ ഇന്ന് വല്ലാതെ പിടിമുറുക്കുന്ന കാലം. അങ്ങനെയുള്ള കാലത്ത് ഏലിയാവ് ദേശത്തെ തിരികെ
ദൈവാരാധനയിലേക്ക്, സത്യ ആരാധനയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം പ്രതിജ്ഞാബദ്ധമായി ആഹാബ് രാജാവിൻ്റെ അടുക്കൽ വന്നു നിൽക്കുന്നു. ഏലിയാവിൻ്റെ പ്രാർത്ഥന അനുകരിക്കുവാൻ തക്കവണ്ണം യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഏലിയാവിൻ്റെ ജീവിതത്തിലെ 4 പ്രാർത്ഥനകളിലൂടെ അവൻ്റെ സ്വഭാവത്തിൻ്റെ വൈശിഷ്ട്യം നാം മനസ്സിലാക്കുകയായിരുന്നു. ഏലിയാവ് ഒരു ധൈര്യശാലിയാണ്. രാജാവിൻ്റെ മുമ്പിൽ പോലും ചെന്ന് നിൽക്കുവാനുള്ള ഒരു വലിയ ധൈര്യം. രാജാവ് ചെയ്യുന്നത് ദൈവത്തിനു മുമ്പാകെ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ഏലിയാവ്. ദൈവത്തിന് സമ്പൂർണമായി സമർപ്പിക്കപ്പെടുന്ന ഒരു ഏലിയാവ്. കംപ്ലീറ്റ് ഒബീഡിയൻസ്. വിശ്വാസ പ്രമാണത്തെ ജീവിത പ്രമാണമാക്കിയ മനുഷ്യൻ. ഇതൊക്കെയാണെങ്കിലും ചില ജാഗ്രതാ കുറവുകൾ ഉണ്ടായി. വീണുപോകാവുന്ന ചില അവസരങ്ങൾ ജീവിതത്തിലുണ്ടാകാം. പക്ഷെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ അവിടെ നിന്നെല്ലാം നമുക്ക് കരകയറുവാൻ പറ്റും. അതാണ് ഏലിയാവിൻ്റെ ജീവിതം പഠിപ്പിക്കുന്നത്. ഇന്ന് നമുക്കറിയാവുന്ന ഒരു വലിയ വാക്യമാണ്, ഭയം വേണ്ട, ജാഗ്രത മതി. വിശ്വാസം അത് നഷ്ടപ്പെടുന്നിടത്താണ് ഭയമുണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ ജാഗ്രതയോടെ ജീവിക്കാം. വിശ്വാസത്തോടെ ജാഗ്രതയോടെ നമുക്ക് ജീവിക്കാം. ജാഗ്രതയോടെ പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് നയിപ്പാൻ തക്കവണ്ണം ഈ വർഷത്തെ ഈ വചന ശുശ്രൂഷകളും പെരുന്നാൾ കുർബാനകളും നമുക്ക് മുഖാന്തരമാകട്ടെ. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും പ്രകാശപൂരിതമാകും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. അതിന് പ്രേരണകളായി പരിമല മാർ ഗ്രിഗോറിയോസിൻ്റെയും മാറിയേലിയായുടെ മധ്യസ്ഥത നമുക്ക് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവസരം തന്ന അഭിവന്യ ക്രിസോസ്റ്റമോസ് തിരുമേനിയോടും മാനേജറിൻ സഹപാഠി കൂടിയായിരിക്കുന്ന ഏറ്റവും ആദരണീയനായ കുറിയാക്കോസ് അച്ഛനോടും മറ്റെല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.